Okay, once again, welcome back. So, we will thermodynamics discuss കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേരിയസ് തെർമോഡൈനാമിക് പ്രോസസ്സസ് ആണ് അല്ലേ. അതായത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സുകളായിട്ടുള്ള നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ്സ്, അത് ഐസോകോറിക് പ്രോസസ്സ്, ഐസോബാറിക് പ്രോസസ്സ്, അതേപോലെ അഡിയബാറ്റിക് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ കുറച്ച് പറഞ്ഞു. അതിനുശേഷം നമ്മൾ കുറച്ച് പ്രോബ്ലംസും പറഞ്ഞു അല്ലേ. അഡിയബാറ്റിക് പ്രോസസ്സ് പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനം നിർത്തിയിട്ടുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കാർനോട്ട് സൈക്കിളും അതേപോലെ കാർനോട്ട് എഞ്ചിൻ അല്ലെങ്കിൽ ഹീറ്റ് എഞ്ചിൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ ആദ്യത്തെ എഞ്ചിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചു, അല്ലെങ്കിൽ തെർമോഡൈനാമിക്കിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ 1843 ആണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന സയൻറ്റിസ്റ്റ് എന്ത് ഡിസ്കവർ ചെയ്യുന്നത്, നമുക്ക് ഹീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്, ഒരു മെക്കാനിക്കൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ഡിസ്കവർ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ആളുകൾ ശ്രമം തുടങ്ങി എന്ത് ചെയ്യാം, നമുക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് മനുഷ്യർ എപ്പോഴും അവർ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റൊരു യന്ത്രം കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് പലതവണ ആലോചിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം, ഒരു ഹീറ്റിന് ഒരു മെക്കാനിക്കൽ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, പല ഡിവൈസുകളായിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെയാണ് ഹീറ്റ് എഞ്ചിൻ്റെ ആദ്യത്തെ ഫോം ആയിട്ടുള്ള കാർനോട്ട് എഞ്ചിൻ ഫോം ചെയ്യുന്നത്. സോ അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് കാർനോട്ട് സൈക്കിൾ ആയിരുന്നു. സോ എന്താണ് കാർനോട്ട് സൈക്കിൾ? കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മളൊരു തെർമോഡൈനാമിക് പ്രോസസ്സിൻ്റെ ഒരു സൈക്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നതാണ് ആദ്യ ഒരു പ്രോസസ്സ്, പിന്നെ അതിന് ശേഷം മറ്റൊരു പ്രോസസ്സ്, പിന്നെ അത് തിരിച്ച് ആദ്യത്തെ സ്റ്റേറ്റിലേക്കാണ്. അതായത് ഒരു പോയിന്റിൽ നിന്ന്, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റ് സ്റ്റേറ്റുകളിലൂടെ പാസ് ചെയ്ത് തിരിച്ച് വീണ്ടും അതേ സ്റ്റേറ്റിൽ എത്തുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയാം. അപ്പോൾ ഇത്തരം സൈക്കിളിൽ നമുക്ക് ഈ പിന്നെ എക്സ്റ്റേണൽ നമുക്ക് വർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം പ്രോസസ്സ് വളരെ യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ അത്തരം സൈക്കിൾസിനെ വളരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്തരം ഒരു സൈക്കിളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. സോ കാർനോട്ട് സൈക്കിളിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും സാഡി കാർനോട്ടാണ് ഈ കാർനോട്ട് സൈക്കിൾ ഡിസ്കവർ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ 100% എഫിഷ്യൻസിയുള്ള ഒരു ഹീറ്റ് എഞ്ചിനാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ കാർനോട്ട് എഞ്ചിൻ്റെ ഭാഗങ്ങൾ ഇതൊക്കെ നോക്കാം നമുക്ക്. പക്ഷേ കാർനോട്ട് എഞ്ചിന് ഒരു സോഴ്സ് ഉണ്ട്, അതേപോലെ ഒരു സ്റ്റാൻഡ്, അതേപോലെ ഒരു സിങ്ക്. ഓക്കെ, ഈ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവോയർ ആണ്. ഓക്കെ, ഹീറ്റിൻ്റെ ഹൈ ടെമ്പറേച്ചറുള്ള ഒരു ഹീറ്റ് റിസർവോയർ ആണ്. ഓക്കെ, അതായത് നമുക്ക് ഹീറ്റ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്നും ഇങ്ങനെ എടുക്കാം. ഓക്കെ, നമുക്ക് ഹീറ്റ് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാനാവുന്ന ഒരു റിസർവോയറിനെ നമ്മൾ സോഴ്സ് എന്ന് വിളിക്കുന്നത്. അതേസമയം ഐസൊലേറ്റിംഗ് സ്റ്റാൻഡ് നമ്മൾ വിളിക്കുന്ന രണ്ടാമത്തെ ഭാഗം. ഓക്കെ, ഈ ഭാഗം എന്താണ്, ദിസ് ഈസ് ആൻ ഐസൊലേറ്റിംഗ് സ്റ്റാൻഡ്. ഓക്കെ, ഐസൊലേറ്റിംഗ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്നൊക്കെ വിളിക്കും. അതിൻ്റെ എന്ന് വെച്ചാൽ അഡിയബാറ്റിക് എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് പറയുന്നുണ്ട്. മൂന്നാമത് പറയുന്ന ഒരു സിങ്ക് ആണ്. സിങ്ക് എന്ന് പറയുന്ന ഒരു ലോ ടെമ്പറേച്ചർ ഹീറ്റ് റിസർവോയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ വീട്ടിലൊക്കെ നമ്മൾ പിന്നെ പ്ലംബിംഗ് വർക്ക്സുകളൊക്കെ കണ്ടിട്ടുണ്ടോ അല്ലേ. പ്ലംബിംഗ് വർക്കിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്താണ്, നമ്മൾ രണ്ട് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടാങ്ക് നമ്മൾ വീടിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വെക്കും അല്ലേ. അപ്പം മുകളിൽ നിന്ന് താഴേക്ക് എന്തുണ്ടാവും, ഒരു ഫ്ലോ വരും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹീറ്റ് കൂടിയ ഒരു സോഴ്സും വെക്കുന്നു, ഹീറ്റ് കുറഞ്ഞ ഒരു സിങ്കും വെക്കുന്നു. സ്വാഭാവികമായിട്ടും ഹീറ്റ് കൂടുതൽ നിന്ന് കുറഞ്ഞതിലേക്ക് നമ്മൾ ഇക്വിലിബ്രിയം പ്രിൻസിപ്പിൾ പ്രകാരം ഹീറ്റ് ഫ്ലോ ചെയ്യും അല്ലേ. സോ ഈ ഒരു ഹീറ്റ് ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സോഴ്സും സിങ്കും വെക്കുന്നത്. ഇനി നമ്മുടെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ അതിൻ്റെ കൂടെ കാർനോട്ട് എഞ്ചിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഒരു സിലിണ്ടറാണ്. ഓക്കെ, ഈ സിലിണ്ടറിനകത്ത് നമുക്ക് വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്. ഓക്കെ, സിലിണ്ടറിനകത്ത് വി ഹാവ് വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ് സം ലിക്വിഡ് ഓർ സം ഈവൻ വാട്ടർ. ഓക്കെ, വർക്കിംഗ് സബ്സ്റ്റൻസ് ഇന്നത്തെ മോഡേൺ എഞ്ചിൻസിലൊക്കെ നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഓയിൽസ് ഒക്കെയാണ് അല്ലേ. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്. സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ സോഴ്സും സിങ്കും എന്താണ്, കണ്ടക്റ്റിംഗ് ആണ്. ഓക്കെ, അതിൻ്റെ മുകൾ ഭാഗം വെച്ചാൽ കണ്ടക്റ്റിംഗ് ആണ്. അതായത് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കൊണ്ടുവച്ചാൽ ആ ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഐസൊലേറ്റിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നതാണ് ഇൻസുലേറ്റഡ് ആണ്. അത് ഒരിക്കലും ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഹീറ്റുകൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്തെടുക്കൂല, ഹീറ്റ് വലിച്ചെടുക്കൂല. ഓക്കെ, സോ ഇത്രയും ആണ് നമുക്ക് ഈ കാർനോട്ട് സൈക്കിളിൻ്റെ അല്ലെങ്കിൽ കാർനോട്ട് എഞ്ചിൻ്റെ പാർട്സ്. ഇനി എങ്ങനെയാണ് കാർനോട്ട് സൈക്കിൾ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ വർക്കിംഗ് സബ്സ്റ്റൻസുള്ള ഈ സിലിണ്ടർ ഇല്ലേ, ഈ സിലിണ്ടർ കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോയി വെക്കും, നമ്മൾ സോഴ്സിന് മുകളിൽ കൊണ്ടുപോയി വെക്കും. ഓക്കെ, സോ ഇവിടെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ സോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ടെമ്പറേച്ചറുള്ളൊരു റിസർവോയർ ആണ് അല്ലേ. അപ്പോൾ ഹീറ്റ് എന്ത് ചെയ്യും, ഹീറ്റ് ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ,
ഈ ഇതിന്. അപ്പോൾ ഹീറ്റ് മുകളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്തുള്ള വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും അല്ലേ? സോ ദിസ് ഈസ് നോൺ ആസ് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്യും? ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് വാട്ട് എവർ ഗ്യാസ് അതിനകത്ത് ഗ്യാസ് ആണെങ്കിൽ ആ ഗ്യാസ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സിലിണ്ടറിനെ എടുത്തിട്ട് എന്ത് ചെയ്യും? നേരെ പിടിച്ചിട്ട് ഈ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കും. ഓക്കെ, ഈ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും അറിയോ? ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് അതിന് ഹീറ്റൊന്നും വലിച്ചെടുക്കില്ല. ഓക്കെ, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന് ഹീറ്റ് അങ്ങോട്ട് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ അഡിയബാറ്റിക് എക്സ്പാൻഷനാണ്. അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഓക്കെ, അതിനകത്ത് ഹീറ്റ് എന്ത് ചെയ്യും? പിന്നെയും ഇതിൻ്റെ ബാക്കി പത്രം എന്നുള്ള പോലെ ഈ ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടുള്ള നേരത്തെ ഹീറ്റ് സോഴ്സിന് മുകളിൽ വെച്ചപ്പോൾ തുടങ്ങിയ ആ എക്സ്പാൻഷൻ പ്രോസസ്സ് കുറച്ചും കൂടെ മുന്നോട്ട് പോകും എപ്പോൾ നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചാൽ. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഇതെടുത്തിട്ട് ഈ ഹീറ്റ് എഞ്ചിൻ നമ്മുടെ സിലിണ്ടർ എടുത്തിട്ട് നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കും? വി വിൽ പുട്ട് ഇറ്റ് ഇൻ ദ സിങ്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കും, സിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ലോ ടെമ്പറേച്ചറുള്ളൊരു ഹീറ്റ് റിസർവോയർ ആണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഹീറ്റ് വലിച്ചെടുക്കാനാണ് ആഗ്രഹം. സോ ഇതിൻ്റെ അകത്തുനിന്ന് ഹീറ്റ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഇറങ്ങും. ഓക്കെ, അത് കാരണം എന്ത് സംഭവിക്കും? ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനകത്ത് കംപ്രഷനാണ് നടക്കുക. ഇതിനാണ് നമ്മൾ ഐസോതെർമൽ കംപ്രഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കംപ്രഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുത്തിട്ട് പിന്നെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് തന്നെ വീണ്ടും വെക്കുകയാണ്. അപ്പോൾ സംഭവിക്കുന്നത് പിന്നെയും കംപ്രഷൻ സംഭവിക്കും, പക്ഷേ അവിടെ എന്തില്ല? ടെമ്പറേച്ചർ ലൂസ് ചെയ്യുന്നില്ല. അതിനെ നമ്മൾ അഡിയബാറ്റിക് കംപ്രഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇങ്ങനെ 4 സ്റ്റെപ്സ് ആണ് ഈ ഒരു കാർനോട്ട് സൈക്കിളിനുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് കാർനോട്ട് സൈക്കിളിൻ്റെ സ്റ്റെപ്സ്? കാർനോട്ട് സൈക്കിളിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ സോഴ്സിൻ്റെ മുകളിൽ വെച്ചപ്പോൾ അവിടെ സംഭവിച്ചത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. എന്താണ് ഐസോതെർമൽ എക്സ്പാൻഷൻ? അതായത് ഹീറ്റ് റിസർവോയർ, ഹൈ ടെമ്പറേച്ചറുള്ള ഹീറ്റ് റിസർവോയറിൻ്റെ മുകളിലാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു, ഈ ഒരു ലെവലിലേക്ക് എത്തി. എയിൽ നിന്ന് ബിയിലേക്ക് എത്തി. ബിയിൽ എന്താ സംഭവിക്കുന്നത്? ബി എന്ന് പറഞ്ഞാൽ തെർമൽ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ മുകളിലാണ്. സോ അവിടെ സംഭവിക്കുന്നത് അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. ഓക്കെ, അപ്പം TH ആണ് ഈ സോഴ്സിൻ്റെ മുകളിൽ വെച്ചപ്പം ഈ വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ TH ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഈ THൽ നിന്ന് വീണ്ടും ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് TIയിലെത്തും. ഓക്കെ, TI, അതായത് T ഇൻ്റർമീഡിയറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ അതെന്ത് പ്രോസസ്സാണ്? ദാറ്റ് ഈസ് ആൻ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അത് അഡിയബാറ്റിക് ആണ് കാരണം തെർമലി ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ ടെമ്പറേച്ചർ എങ്ങോട്ടും പോകുന്നില്ല, ഹീറ്റ് എങ്ങോട്ടും ഫ്ലോ ചെയ്യുന്നില്ല, പക്ഷേ അത് നിന്നോട്ട് നിന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ്. പിന്നെ നമ്മൾ എന്തെടുത്തിട്ട് സിങ്കിൻ്റെ മുകളിൽ വെക്കുന്നു അല്ലേ? അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് ഐസോതെർമൽ കംപ്രഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഐസോതെർമൽ കംപ്രഷൻ നടക്കുന്ന ഏത് ടെമ്പറേച്ചറിലാണ്? TI ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചറിലാണ്, അല്ലെങ്കിൽ TL എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണ് എന്ത് ഐസോതെർമൽ കംപ്രഷൻ നടക്കുന്നത്. അതിനുശേഷം അപ്പം എന്ത് ചെയ്യും? ഹീറ്റ് സിങ്കിലേക്ക് ഊരിയിറങ്ങും അല്ലേ? സിങ്കിലേക്ക് ഹീറ്റ് എന്ത് ചെയ്യും? ഇറങ്ങും. അതിനുശേഷം വീണ്ടും നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലേക്ക് എടുത്തു വെക്കും. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടക്കില്ല. അവിടെ വെച്ചിട്ട് വീണ്ടും അഡിയബാറ്റിക് കംപ്രഷന് വിധേയമാകും. ഇങ്ങനെ 4 സ്റ്റെപ്സാണ് ഈ കാർനോട്ട് സൈക്കിളിന് ഉള്ളത്. ഓക്കെ, സോ നമുക്കിതിനെ ഒരു PV ഡയഗ്രത്തിൽ എങ്ങനെ സമ്മറൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ 4 പ്രോസസ്സുകളാണ് ഒരു കാർനോട്ട് സൈക്കിളിനകത്തുള്ളത്. ഒന്ന് ഐസോതെർമൽ എക്സ്പാൻഷൻ അല്ലേ? ഐസോതെർമൽ എക്സ്പാൻഷൻ. 2 അഡിയബാറ്റിക് എക്സ്പാൻഷൻ. 3 ഐസോതെർമൽ കംപ്രഷൻ. 4 അഡിയബാറ്റിക് കംപ്രഷൻ. ഓക്കെ, സോ ഇങ്ങനെ 4 സ്റ്റേജസ് ആണ് ഒരു കാർനോട്ട് സൈക്കിളിന് ഉള്ളത്. ഓക്കെ, അപ്പം A എന്നുള്ള സ്റ്റേജിൽ P1 V1 T1 ആയിരുന്നു, P2 V2 T2 ആയി, P3 V3 T2 ആയി, ദെൻ P4 V4 T2 ഇങ്ങനെയാണ്. പിന്നെ വീണ്ടും ഫൈനലി P1 V1 T1ലേക്കാവും. ഓക്കെ, സോ ഇതാണ് ഒരു ടിപ്പിക്കൽ PV കർവ് ഓഫ് എൻ കാർനോട്ട് സൈക്കിൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ആണോ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ആണോ സ്ലോപ്പ് കൂടുതൽ എപ്പോഴും അഡിയബാറ്റിക് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അല്ലേ? അഡിയബാറ്റിക്കിൻ്റെ സ്ലോപ്പ് വളരെ ഹൈ ആയിരിക്കും, നേരെ മറിച്ച് ഐസോതെർമൽ കുറച്ച് സ്ലോ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ഇത് ഐസോതെർമലാണ്. സോ ഐസോതെർമലിനേക്കാളും സ്റ്റീപ്പാണ്, അല്ലെങ്കിൽ ചെരിവ് കൂടുതലാണ്, സ്ലോപ്പ് കൂടുതലാണ് ആർക്ക്? അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അങ്ങനെയാണ് നമ്മൾ അഡിയബാറ്റിക്കും ഐസോതെർമലും തമ്മിൽ തിരിച്ചറിയുന്നത്. ഓക്കെ, ഫൈൻ. സോ ഇതാണ് കാർനോട്ട് സൈക്കിളിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലം സോൾവിങ് ടിപ്സ് പറയാം.
ഫസ്റ്റ് ഐസോതെർമൽ എക്സ്പാൻഷൻ സ്റ്റേജിൽ ഇത് എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ പിന്നെ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്തിരിക്കുന്ന ഹീറ്റ് എന്നതാണ് ഇത് Q1 എന്ന് വിളിക്കാം. ഓക്കെ, സോ ആ Q1ൻ്റെ എമൗണ്ട് എത്രയാണ്? ഇറ്റ് ഈസ് ആക്ച്വലി W1 because there is no change in internal energy. So Q1 is equal to W1 and that is equal to nRT1 into log V2 by V1. ഓക്കെ, സോ അവിടെ നമ്മൾ എന്താക്കി എടുക്കുന്നത് T1 ഉള്ള ടെമ്പറേച്ചറിലാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുന്നത്. സോ therefore nRT1 log V2 by V1. ഓക്കെ, ഇതാണ് ആ സമയത്ത് നടക്കുന്ന ഹീറ്റ് ചേഞ്ച്. രണ്ടാമത്തെ പ്രോസസ്സിനകത്ത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ സമയത്ത് നടക്കുന്ന വർക്ക് ഡൺ എത്രയായിരിക്കും? W2 is equal to എന്താണ് nRT1 minus T2 divided by gamma minus 1. nRT1 minus T2 divided by gamma minus 1. This is the work done during the adiabatic expansion. Then നമുക്കറിയാം അഡിയാബാറ്റിക്കിൻ്റെ കേസിൽ എന്തായിരിക്കും? Q ചേഞ്ച് എന്തായിരിക്കും? Q0 ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഡെൽറ്റ Q എന്തായിരിക്കും? 0 ആയിരിക്കും. There will be no exchange of heat during an adiabatic expansion. മൂന്നാമത്തെ സ്റ്റേജിൽ നമുക്ക് Q2 is equal to W3 ആണ്. ഓക്കെ, അത് വർക്ക് ഡൺ ഇൻ ദ C to D phase, that is isothermal compression phase. അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് nRT2. സോ അത് നടക്കുന്നത് T2 ടെമ്പറേച്ചറിലാണ് അല്ലേ? T2 ടെമ്പറേച്ചർ ആരുടെ ടെമ്പറേച്ചർ? ആ സിങ്കിൻ്റെ ടെമ്പറേച്ചറാണ്. T1 ആരുടെ ഏതായിരുന്നു? T1 സോഴ്സിൻ്റെ ടെമ്പറേച്ചർ ആയിരുന്നു. സോ nRT2 log V4 by V3. And then finally we have adiabatic compression W4 is equal to delta Q 0 ആണ് nRT2 minus T1 divided by gamma minus 1. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം വരാം, ഈ എന്താണ് നമുക്ക് ഈ അഡിയാബാറ്റിക് ഈ ഐസോതെർമൽ കംപ്രഷൻ്റെ കേസിലും ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ കേസിലും ഈ ഹീറ്റ് റിസർവോയറിൽ നിന്ന് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം വരാം, ഈ T1 എന്നുള്ള ടെമ്പറേച്ചർ അപ്പം ഹീറ്റ് സോഴ്സിൻ്റെ ടെമ്പറേച്ചർ മാറൂലേ എന്നൊരു സംശയം വരാം. ടെമ്പറേച്ചർ ഇൻഫാക്ട് ഈസ് നോട്ട് ചേഞ്ചിങ്. ഓക്കെ, അതായത് ഈ റിസർവോയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റിസർവോയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി വെരി ബിഗ് റിസർവോയർ. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എത്ര ടെമ്പറേച്ചർ എടുത്താലും അതിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മളിതിനെ ഹീറ്റ് റിസർവോയർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഈ ഡാമൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഡാമിൽ നിന്ന് ഒരു ലേശം വെള്ളം ഒരു കയ്യിൽ ഒരു കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ ഡാമിൽ വെള്ളം കുറയുമോ? ഇല്ല അല്ലേ? അതൊരു ഹ്യൂജ് റിസർവോയർ ആണ്. സോ അത് നമ്മൾ ലേശം വെള്ളം എടുത്ത് വെച്ചാൽ അതിൽ വെള്ളത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതേപോലെ തന്നെയാണ് ഈ പിന്നെ സിങ്കിൻ്റെയും സോഴ്സിൻ്റെയും ടെമ്പറേച്ചർ. അതിൽ നിന്ന് നമ്മൾ ലേശം വെള്ളം എടുത്തെന്ന് കരുതിയിട്ടോ അതിലേക്ക് ലേശം വെള്ളം കൊടുത്തെന്ന് കരുതിയിട്ടോ ആ സോഴ്സിൻ്റെയും സിങ്കിൻ്റെയും ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പോകുന്നില്ല? ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് T1 അല്ലെങ്കിൽ T2 എന്ന രൂപത്തിൽ എടുക്കുന്നത്. ഓക്കെ, ഇനി ഒരു ഫോർമുല നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് Q2 by Q1 equal to T2 by T1. അതായത് ഇത് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഫ്രം ദ എഫിഷ്യൻസി എക്സ്പ്രഷൻ. എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 മൈനസ് Q2 by Q1 ആണ്. ബട്ട് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഓൾസോ ഈക്വൽ ടു 1 മൈനസ് T2 by T1. So from this expression you can write Q2 by Q1 is equal to T2 by T1. This is an important problem solving formula. Okay, ഈ ഫോർമുല നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. Q2 by Q1 is equal to T2 by T1. Q2 എന്താണ്? Q2 is the heat absorbed by the sink during the isothermal compression, and Q1 is the heat released from the source during isothermal expansion. Okay, അതേപോലെ T2 എന്താണ്? T2 is the temperature of the sink, T1 is the temperature of the source. സോ ഈ 4 ഇൻഫർമേഷൻ മാത്രമേ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് തമ്മിലുള്ള റിലേഷൻസ് വെച്ച് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഇനി ഹീറ്റ് എഞ്ചിൻ. സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ കണ്ടുപിടിച്ച പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റ് വെച്ചൊരു വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹീറ്റ് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് മെക്കാനിക്കൽ വർക്കാണ്. ഹീറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റിൽ നിന്ന് നമുക്ക് മെക്കാനിക്കൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അതായിരിക്കും അല്ലേ? എങ്ങനെ അതൊന്ന് മെഷീൻസ് ഉണ്ടാക്കാൻ പറ്റും? അപ്പോൾ ആദ്യത്തെ എഞ്ചിൻ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഇന്നൊക്കെ കാറും സ്കൂട്ടറും എല്ലാം ഓടിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളൊക്കെ ഇന്ന് പെട്രോൾ എഞ്ചിൻ ഡീസൽ എഞ്ചിനൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് വാഹനങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ എഞ്ചിൻ്റെ ഒക്കെ ഒരു മുത്തച്ഛനായിരുന്നു ഈ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ആദ്യത്തെ യന്ത്രം നമ്മൾ ആവി യന്ത്രം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സോ ഈ ഹീറ്റ് എഞ്ചിനാണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം ഒരു ഹീറ്റിൽ നിന്ന് എങ്ങനെ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഹീറ്റ് എഞ്ചിൻ്റെ പ്രത്യേക പിന്നെ എന്ന് വെച്ചാൽ വർക്ക് ഡൺ ബൈ എ ഹീറ്റ് എഞ്ചിൻ എന്തായിരിക്കും? വർക്ക് ഡൺ ബൈ എ ഹീറ്റ് എഞ്ചിൻ ഈസ് ആക്ച്വലി ഈക്വൽ ടു Q1 മൈനസ് Q2.
where Q1 is the heat absorbed by the working substance from the source, and Q2 is the heat released to the sink by the working. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് എന്താ ചെയ്യുന്നത്, ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, സോഴ്സിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കും, അതിൻ്റെ കുറച്ച് ഭാഗം വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും, ബാക്കി ഹീറ്റ് എന്ത് ചെയ്യും, സോഴ്സിലേക്ക് സിങ്കിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ സൈക്കിൾ ഇങ്ങനെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഈ സൈക്കിൾ ഇങ്ങനെ പ്രോസസ് ചെയ്താൽ എന്ത് സംഭവിക്കും, നമുക്ക് ഈ വർക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദി പ്രോസസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് 4 ക്വാണ്ടിറ്റീസ് ആണ്. T1, T2 എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, പിന്നെ Q1, Q2 ഞാൻ പറഞ്ഞു. W എന്ന് പറഞ്ഞാൽ വർക്ക് ഔട്ട്പുട്ട് ഫ്രം ദ ഹീറ്റ് എഞ്ചിൻ, ഹീറ്റ് എഞ്ചിനിൽ നിന്നുള്ള വർക്ക് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ. സോ ദിസ് ഈസ് എ മോഡേൺ റെപ്രസെൻറ്റേഷൻ ഓഫ് ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, ഒരു ഹീറ്റ് എഞ്ചിൻ്റെ മോഡേൺ റെപ്രസെൻറ്റേഷൻ അവിടെ തന്നിരിക്കുന്നത്. ഹൈ ടെമ്പറേച്ചർ സോഴ്സ് ഉണ്ട്, നേരത്തെ പറഞ്ഞ സോഴ്സ് തന്നെയാണ്. പിന്നെ ഒരു ലോ ടെമ്പറേച്ചർ സിങ്ക് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, ഈ ഹീറ്റ് എഞ്ചിൻ എന്താ എടുക്കുന്നത്, ഹീറ്റ് എഞ്ചിൻ സോഴ്സിൽ നിന്ന് Q1 ഹീറ്റ് എടുക്കുന്നു, എന്നിട്ട് അതിന് W വർക്ക് ചെയ്യുന്നു. W വർക്ക് ചെയ്തതിന് ശേഷം Q2 വർക്ക് സിങ്കിലേക്ക് കൊടുക്കുന്നു. ഇത്രേ ചെയ്യുന്നുള്ളൂ. സോ ദിസ് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഹീറ്റ് എഞ്ചിൻ. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഡു എ പ്രോബ്ലം. The problem is, find the efficiency of the Carnot engine working between the steam point and the ice point. അപ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സ്റ്റീം പോയിന്റ് എന്താണ്. ഓക്കെ, സ്റ്റീം പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ഓക്കെ, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അല്ലേ, വാട്ടർ ബോയിൽ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റീം ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. എത്രയാണ്, that is 100 degrees Celsius or that is equal to 373 Kelvin. അതേപോലെ ഐസ് പോയിന്റ് എത്രയാണ്, ഐസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ഇറ്റ് ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 degrees Celsius or is equal to 273 Kelvin. സോ നമുക്ക് എന്തുണ്ട്, we have T1 and T2. So T1 this is and T2 is this. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി എത്രയാണ്. സോ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. എഫിഷ്യൻസി എന്താണ്, ഇറ്റ് ഈസ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഈറ്റ. ഈറ്റ എന്നുള്ള ലെറ്റർ കൊണ്ടിട്ടാണ് എഫിഷ്യൻസി ഡിനോട്ട് ചെയ്യുക. സോ എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് Q2 divided by Q1 or that is equal to 1 minus T2 divided by T1. 1 minus T2 divided by T1. So ഇവിടെ T2 എത്രയാണ്, T2 എന്ന് പറയുന്നത് 100 ഡിഗ്രി 0 ഡിഗ്രി സെൽഷ്യസ്, അതായത് 273 ആണ്. Or we can write this is equal to 1 minus 273 divided by 373. So this is almost equal to 0.268 or this is equal to 26.81%. Okay, so efficiency എത്ര കിട്ടി, 26.81%. Okay, clear. Okay, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. A Carnot engine whose temperature of the source is 400 Kelvin takes 200 calories of heat at this temperature and rejects 150 calories of heat to the sink. What is the temperature of the sink? Also calculate the efficiency of the heat engine. So ഇവിടെ നമ്മോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ടെമ്പറേച്ചർ ഓഫ് ദ സിങ്ക് ആണ്, അതായത് T2 എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. T1 നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 400 Kelvin. അതേപോലെ നമുക്ക് Q1 എത്ര അറിയാം, Q1 എന്ന് പറയുന്നത് 200 calories ആണ്. അതേപോലെ Q2 എന്താണ്, Q2 is given as 150 calories. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഏത് എക്സ്പ്രഷൻ ഉപയോഗിക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അല്ലേ, Q2 by Q1 ഈക്വൽ ടു T2 by T1, ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കാം. സോ Q2 എന്താണ്, Q2 by Q1 എന്ന് പറഞ്ഞാൽ 150 divided by 200 is equal to T2 by T1. T2 നമുക്കറിയില്ല, സോ T2 by T1 എത്രയാണ്, 400. Okay, so from this we can write T2 is equal to 400 into 150 divided by 200. So 200 ഉം 400 ഉം cancel ചെയ്താൽ 2 ആയിരിക്കും. So this is 300 Kelvin. So 300 ആണ് Kelvin. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യും. എഫിഷ്യൻസി എന്താണ്, ഈറ്റ is equal to 1 minus T2 divided by T1 ആണ്. So this is equal to 1 minus T2 എത്രയാണ്, 300 ആണെന്ന് കിട്ടി, divided by T1 എത്രയാണ്, 400 Kelvin ആണ്. So this is almost equal to 0.25. So this is 25%. So the efficiency is 25% and T2 is equal to 300 Kelvin. Simple ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് അല്ലേ.
Okay, so നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. A Carnot engine whose low temperature reservoir is at 7 degrees Celsius has an efficiency 50%. It is desired to increase the efficiency to 70%. By how many degrees should be the temperature of the high temperature reservoir be increased? Okay, so efficiency തന്നിട്ടുണ്ട്, നമ്മൾ T2 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് T1 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ചെയ്യാം അല്ലേ. സോ നമുക്കറിയാം എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T2 ഡിവൈഡ് ബൈ T1 ആണ്. സോ ഇവിടെ തന്നിട്ടുള്ളത് T1 എത്രയാണ്, സോറി ലോ ടെമ്പറേച്ചർ T2 എത്രയാണ്, T2 തന്നിരിക്കുന്നത് 7 ഡിഗ്രി സെൽഷ്യസ്. 7 ഡിഗ്രി സെൽഷ്യസ് എത്രയാണ്, 7 പ്ലസ് 273 ദാറ്റ് ഈസ് 280 കെൽവിൻ. T1 എന്താണെന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഈറ്റ് എത്രയാണ് 50% തന്നിട്ടുണ്ട്, അത് 0.5 ഈസ് ഈക്വൽ ടു 1 മൈനസ് 280 ഡിവൈഡ് ബൈ T1. ഫ്രം ദിസ് ഇത് നമുക്ക് എന്ത് കിട്ടും, T1 is equal to almost 560 Kelvin കിട്ടും. ഓക്കെ, T1 equal to 560 Kelvin. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നതാണ്, ഇനി നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസി 70% ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ T1 നമ്മൾ എത്രയായിട്ട് ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 70% എഫിഷ്യൻസി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താം, 0.7 ഈക്വൽ ടു 1 മൈനസ് T1 എന്താണ് 280 ഡിവൈഡ് ബൈ T1 എഴുതാം. സോ ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് T1 ഈസ് ഈക്വൽ ടു, ഇത് ഇവിടെ T1 ആണ്. So T1 is equal to T1 calculate ചെയ്യണമെങ്കിൽ we will get 933.33 degree Kelvin. Okay, or how much we should increase, ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് 560 ആണ്, അത് നമുക്ക് 933 ആക്കണം. സോ 933 മൈനസ് 560 is equal to almost 373 ഡിഗ്രി .3 Kelvin നമുക്ക് ഇൻക്രീസ് ചെയ്യണം. ഓർ ദിസ് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് പിന്നെ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ എഫിഷ്യൻസി 50%-ൽ നിന്ന് 70%-ലേക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് പ്രോബ്ലം. ഓക്കെ, സോ നമ്മൾ നേരത്തെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഹീറ്റ് എഞ്ചിനെ കുറിച്ചാണ്. ഹീറ്റ് എഞ്ചിൻ ചെയ്യുന്നതാണ്, ഹീറ്റ് എഞ്ചിൻ ചെയ്യുന്നത് ഒരു ടാങ്കിലുള്ള വാട്ടർ താഴേക്ക് വരുമ്പം നമുക്ക് ഒരു വർക്ക് കിട്ടുന്ന പോലെ, അതായത് ഹൈ ടെമ്പറേച്ചർ സോഴ്സിൽ നിന്ന് ലോ ടെമ്പറേച്ചർ സിങ്കിലേക്ക് ഹീറ്റ് പാസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു വർക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുള്ളായിരുന്നു ഹീറ്റ് എഞ്ചിൻ്റെ വർക്ക് അല്ലേ. ഇനി തിരിച്ചറിച്ച് നോക്കൂ, അതിന് ഓപ്പോസിറ്റ് എന്താ സംഭവിക്കുക, ലോ ടെമ്പറേച്ചറുള്ള ഒരു റിസർവോയർ നമ്മൾ പിന്നെയും ഹീറ്റ് എടുത്ത് കളയാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു സോഴ്സ്, ഒരു വർക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങോട്ട് വർക്ക് കൊടുക്കേണ്ടി വരും. സോ ഇതാണ് റെഫ്രിജറേഷൻ്റെ പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഇറ്റ്സ് കോൾഡ് റെഫ്രിജറേറ്റർ ഓർ എ ഹീറ്റ് പമ്പ്. Okay, so refrigerator work എന്താണ്, takes heat from low temperature reservoir and deposits in the high temperature reservoir, but this cannot be done without an additional work input. ഒരു ഇൻപുട്ട് വർക്ക് നമ്മൾ കൊടുക്കാതെ ഇത് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി പറഞ്ഞ പോലെ നമുക്ക് പിന്നെ റെഫ്രിജറേറ്ററിൻ്റെ ഒരു ടേമാണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്? കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ K is equal to Q2/W. Q2 എന്ന് പറഞ്ഞതാണ്, Q2 is the heat removed from the sink. സിങ്കിൽ നിന്ന് നമ്മൾ ഹീറ്റ് എത്രത്തോളം ഹീറ്റ് റിമൂവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചു അല്ലേ, അത് ഡിവൈഡഡ് ബൈ അതിന് നമ്മൾ കൊടുത്ത വർക്ക് എത്രയാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ Q2 ഡിവൈഡ് ബൈ വർക്ക് നമ്മൾ എത്ര ചെയ്തത്, Q1 മൈനസ് Q2. ഓക്കെ, ഓർ ദിസ് ഈസ് ഈക്വൽ ടു T2 ബൈ T1 മൈനസ് T2. ഏതുപോലെ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ Q2/Q1 ഈസ് ഈക്വൽ ടു T2/T1 എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്, റെസിപ്രോക്കൽ ആണ് ഇവിടെ വരുന്നതെന്നുള്ളൂ. Q2/Q1 മൈനസ് Q2 ഈസ് ഈക്വൽ ടു, ഇത് Q2 ആണ്, സോറി, അതേപോലെ T2/T2 മൈനസ് T1. ഓക്കെ, സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. A heat pump working on the Carnot cycle maintains the inside temperature of a house, okay, inside temperature of a house at 22 degrees Celsius by supplying 450 kilojoule per second. If the outside temperature is 0 degrees Celsius, it is the heat taken in kilojoule per second is from the outside air is approximately. So നോക്കൂ, ഇവിടെ നമുക്ക് രണ്ട് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് T1 എത്രയാണ്, T1 ഈസ് 22 ഡിഗ്രി സെൽഷ്യസ്. 22 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 295 കെൽവിൻ. ഓക്കെ, അതേപോലെ T2 എത്രയാണ്, T2 എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇറ്റ് ഈസ് 273 കെൽവിൻ.
Okay, so higher this is the source temperature of the source and this is the temperature of the sink. So temperature of source sink കിട്ടി. പിന്നെ നമുക്ക് എന്താ അറിയുന്നത്? പിന്നെ നമുക്ക് by supplying 450, so നമുക്ക് എന്താ അറിയാം? Q1 ഉം അറിയാം നമുക്ക്. Okay, so Q1 is equal to 450 kilojoule per second. Okay, അങ്ങനെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? Q2 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. So നമുക്കറിയാം Q2 by Q1 is equal to T2 by T1. Or Q2 is equal to T2 by T1 into Q1. So this is equal to 273 divided by 295 into എന്താണ് Q1 എത്ര 450 joule per second, kilojoule per second. So ഇതിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് വരുന്നത് 417 kilojoule per second ആണ്. 417 kilojoule per second. ഓക്കെ, ഇതാണ് ആൻസർ. സോ ഇവിടെ പിന്നെ നമ്മൾ ചെയ്തതാണ്, നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ഈ ഇക്വേഷൻ ആണ്. Q2 by Q1 is equal to T2 by T1. ഈ എക്സ്പ്രഷനാണ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ.